പൊന്നാനി തൃക്കാവ് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവം സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 2 വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃക്കാവ് ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവം തിങ്കളാഴ്ച മുതൽ ഒക്ടോബർ 2 വരെ ആഘോഷിക്കും. വെള്ളിയാഴ്ച രാവിലെ 8:30 മുതൽ നടക്കുന്ന കലവറ നിറയ്ക്കൽ മേൽശാന്തി രാമകൃഷ്ണൻ പോറ്റി ഉദ്ഘാടനം ചെയ്തു. നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും അന്നദാനവുമുണ്ട്. പ്രത്യേക പൂജകൾക്ക് പുറമെ വൈകിട്ട് 4:30 കാഴ്ച ശീവേലിയും 6:45 മുതൽ വിശേഷാൽ പരിപാടികളുമുണ്ടാകും. 5ാമത് തൃക്കാവ് ദുർഗാ ഭഗവതി പുരസ്കാരം 29 രാവിലെ 11:30 പൊന്നാനിയിലെ ചരിത്രകാരൻ TV അബ്ദുറഹിമാൻ കുട്ടിക്ക് കോഴിക്കോട് സാമൂതിരി രാജ PK കേരളവർമ്മ സമർപ്പിക്കും. 29 വൈകിട്ടാണ് പൂജവെപ്പ്. ഒക്ടോബർ 2 വൈകിട്ട് 6 ലക്ഷദ്വീപ സമർപ്പണവുമുണ്ടാകും. വിവിധ ദിവസങ്ങളിലായി പോരൂർ ഉണ്ണികൃഷ്ണൻ മാരാർ, കൽപ്പാത്തി ബാലകൃഷ്ണൻ, ശുഗപുരം ദിലീപ്, ചെറുതാഴം ചന്ദ്രൻ മാരാർ, ചിറക്കൽ നിതീഷ്, മട്ടന്നൂർ ശ്രീരാജ്, കലാമണ്ഡലം രതീഷ്, പനമണ്ണ ശശിമാരാർ, ഗുരുവായൂർ ശശിമാരാർ തുടങ്ങിയവരുടെ തായംബകയുമുണ്ടാകും. വാർത്താസമ്മേളനത്തിൽ KP നാരായണ പിഷാരടി, ചന്ദ്രശേഖരൻ, K പരമേശ്വരൻ, മോഹൻദാസ് MK തുടങ്ങിയവർ സംബന്ധിച്ചു. പിന്നെ തൃക്കാവിലെ നവരാത്രി ഉത്സവാഘോഷമാണ് അതിഗംഭീരമായിട്ടാണ് കഴിഞ്ഞ കൊല്ലങ്ങളെക്കാൾ കൂടുതൽ ഗംഭീരമായിട്ട് നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഉത്സവം 22-ാം തീയതി മുതൽ ഒക്ടോബർ 2 വരെയാണ് ഉത്സവം. അതിനു മുമ്പ് 20-21 തീയതികളിൽ ശുദ്ധി നടക്കും. ഈ ശുദ്ധി നടക്കുന്നത് ക്ഷേത്ര തന്ത്രി ജയനാഥ് ശങ്കരനാരായണ നമ്പൂതിരിയുടെയും മേൽശാന്തി രാമകൃഷ്ണ പോറ്റിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ്. ഉത്സവത്തിന് ആചാര അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം ഏറെ കൊടുക്കുന്ന ക്ഷേത്രമാണ് തൃക്കാവിലെ. അതോടൊപ്പം തന്നെ ആഘോഷ പരിപാടികൾക്ക്, വാദ്യമേള പരിപാടികൾക്കൊക്കെ തന്നെ ഏറെ പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് ഉത്സവം വിഭാവനം ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും കാഴ്ചശീവേലി ഉണ്ടാവും. 3 കാഴ്ചശീവേലി, ആന, മേളം ത്തോടൊക്കെ കൂടിയിട്ടുള്ള അതിപ്രശസ്തരായിട്ടുള്ള വാദ്യരംഗത്തെ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കാഴ്ചശീവേലിയാണ് ഉണ്ടാവുക ആനയോട് കൂടിയിട്ട്. പിന്നെ പഞ്ചവാദ്യം ഉണ്ട്. പഞ്ചവാദ്യത്തിലും കേരളത്തിലെ അറിയപ്പെടുന്ന പ്രശസ്തരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തിയിട്ടാണ് പഞ്ചവാദ്യത്തിലെ കാര്യങ്ങൾ നടക്കുന്നത്. എല്ലാ ദിവസവും തായമ്പകണ്ട്. അതില് പ്രധാനപ്പെട്ട തായമ്പകകള് നമ്മളുടെ 28, 29, 30, 1, 2 തീയതികളിൽ അതിപ്രശസ്തരായിട്ടുള്ള തായമ്പക വിദഗ്ധരയിൽ വരുന്നുണ്ട്. അപ്പോ ഓരോരോ ഉണ്ണികൃഷ്ണൻ, കൽപ്പാത്തി ബാലകൃഷ്ണൻ, ശുഗപുരം ദിലീപ് 28-ാം തീയതി, 29-ാം തീയതി ചെറുതാഴം ചന്ദ്രൻ, ചിറക്കൽ നിതീഷ്, മട്ടന്നൂർ ശ്രീരാജ് ഇവരുടെ തായമ്പകയാണുള്ളത്. പിന്നീട് കലാമണ്ഡലം രതീഷിന്റെ, അതുപോലെ തന്നെ പനമണ്ണ ശശി, ഗുരുവായൂർ ശശി ഇവരൊക്കെ ഈ വാദ്യരംഗത്ത് ഏറെ പ്രശസ്തരായിട്ടുള്ള ആളുകളാണ്. ഇവരെല്ലാം അണിനിരക്കുന്നതാണ് നമ്മളെ ഈ പഞ്ചവാദ്യം തായമ്പക. പഞ്ചവാദ്യത്തിലെ തിമില നയിക്കുന്നത് പല്ലാവൂർ ശ്രീധരമാരാണ് നേതൃത്വത്തിലാണ്. മദ്ദളം വെണ്ണിമല അനു മുതലയുടെ പേരിലാണ്. എലത്താളം മുണ്ടത്തിക്കോട് സന്തോഷ് ആൻഡ് പാർട്ടിയാണ്. കൊമ്പ് വരവൂർ അപ്പു മുതലിന്റെ നേതൃത്വത്തിലാണ്. ഇടയ്ക്ക കടവല്ലൂർ മോഹനമാരാറുടെ നേതൃത്വത്തിലാണ്. ശങ്ക് ശിവകുമാർ മാരാറ് നമ്മുടെ ക്ഷേത്രത്തിലെ അടിയന്തര മാരാറാണ്. ഇത് കൂടാതെ സ്റ്റേജിൽ ധാരാളം പരിപാടികൾ നടക്കുന്നുണ്ട്. ഭജന തുടങ്ങി ഒട്ടനവധി പരിപാടികൾ എല്ലാ ദിവസവും സ്റ്റേജില് പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. ഇതിനു പുറമെ ഈ 2 വർഷം കൂടുമ്പോൾ ഒരു ഭഗവതി പുരസ്കാരം അവിടെ കൊടുക്കാറുണ്ട്. ഈ വർഷം അത് കൊടുക്കുന്നത് അബ്ദുറഹിമാൻ കുട്ടി മാസ്റ്റർക്കാണ്. ഇത് 5ാമത് പുരസ്കാരമാണ്. തൃക്കാവ് ദുർഗാ ഭഗവതി പുരസ്കാരം അദ്ദേഹത്തിന് കൊടുക്കാനുള്ള കാരണം പൊന്നാനിയുടെ പ്രാദേശിക ചരിത്രകാരൻ എന്ന നിലയിൽ, തൃക്കാവിനെ സംബന്ധിച്ച് സമഗ്രമായ പുസ്തകം എഴുതിയ നിലയിൽ, സാമൂതിരി രാജാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി പുസ്തകങ്ങൾ എഴുതിയ ആള് എന്നുള്ളത് കൊണ്ട് തദ്ദേശവാസിയും പൊന്നാനിയുടെ ചരിത്രകാരനും അധ്യാപകനും എന്നെല്ലാം രീതിയിലാണ് മാഷക്ക് ഇത് കൊടുക്കുന്നത്. ഈ ഉത്സവത്തിന്റെ ഒരു ഏറെ പ്രാധാന്യമുള്ള
കോഴിക്കോട് സാമൂതിരി രാജാവ് ഈ 29-ാം തീയതി ഈ ഉത്സവത്തിന് വേണ്ടി ഇവിടെ വരുന്നുണ്ട്. അദ്ദേഹമാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം കൊടുക്കുന്നത്. ഒരുപക്ഷെ സാമൂതിരി രാജാവ് ഇവിടേക്ക് വരുന്നത് എത്രയോ പതിറ്റാണ്ടുകൾക്ക് ശേഷമായിരിക്കും എന്ന് തോന്നുന്നു. നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പൊ ഈ ക്ഷേത്രത്തില്. ഇപ്പോ നമ്മളെ തൃക്കാവിനെ സംബന്ധിച്ച് കുറെ ആളുകൾ ഭഗവതിയുടെ നിർമ്മാണ നവീകരണ പ്രവർത്തനത്തിന് വേണ്ടി സന്നദ്ധരായി അവരുടെ വകയായി അത് നടത്തി സമർപ്പിക്കുന്നുണ്ട്. മുൻകാലങ്ങളിലും അതുപോലെ നടത്തിയിരുന്നു. ഈ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് നമ്മളെ ഈ ഈശ്വര നിവാസിൽ ബാലകൃഷ്ണ സ്വാമി അദ്ദേഹത്തിന്റെ വകയായിട്ട് ഭഗവതിയുടെയും കൃഷ്ണന്റെയും ശ്രീകോവിലുകള് കംപ്ലീറ്റ് പൊളിച്ച് ചെമ്പോല വിരിച്ചു. ഭഗവതിയുടെയും കൃഷ്ണന്റെയും നമസ്കാര മണ്ഡപങ്ങൾ കംപ്ലീറ്റ് അതിഭംഗിയായി കൊത്തുപണികളോട് കൂടിയിട്ട് ഭംഗിയായി ചെയ്തു. ഉത്സവത്തിന്റെ നേരത്തെ പറഞ്ഞതിന് പുറമെ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് ചതുശ്ശതം ചുറ്റുവിളക്ക്, ഇതെല്ലാം ആളുകൾ ധാരാളമായിട്ട് രശീതിയാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പൂജകള് ഓരോ ദിവസത്തെയും ഓരോ തവണത്തെ പൂജകളുണ്ട്. അതില് തെക്കേമഠം ഫാമിലി ഉണ്ട്, ബെൻകോ പൊന്നാനി ഉണ്ട്, കല്യാണി ശ്രീജിത്ത് ഉണ്ട്, വടക്കേപ്പാട്ട് കോവിലകം ശ്രീജി കുഞ്ചുണ്ട്, ഡോക്ടർ വിശ്വനാഥൻ എടപ്പാൾ ഹോസ്പിറ്റലുണ്ട്, ദേവിക വിജയൻ, പുല്ലോണത്ത് ഫാമിലി, ആർ ഈശ്വർ ആൻഡ് ബ്രദേഴ്സ് തൃക്കാവ്, രൂപ സതീഷ് സോണി തൃക്കാവ്, ഹരിഹര നിവാസ് തൃക്കാവ്, ഡോക്ടർ ഗോപിനാഥൻ നമ്പ്യാർ. ഇതിൽ ഈ ബെൻസി അക്ബർ ട്രാവൽസിന്റെ വക അന്നത്തെ ഒരു ദിവസത്തെ എല്ലാ കാര്യങ്ങളും ചുറ്റുവിളക്കും പൂജകളും നിറമാല അങ്ങനെയുള്ള എല്ലാ അന്നദാനം അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ വകയിൽ വരുന്നത്. ആതുര സേവന രംഗത്ത് പൊന്നാനിയുടെ പോരായ്മയ്ക്ക് പരിഹാരം. ബെൻസി പോളിക്ലിനിക്. അക്ബർ ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ പുതിയ സംരംഭം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം. ENT, നേത്രരോഗ വിദഗ്ധൻ, ഡെർമറ്റോളജിസ്റ്റ്, ജനറൽ ഫിസിഷ്യൻ, അസ്ഥിരോഗ വിദഗ്ധൻ, പീഡിയാട്രിഷ്യൻ, സൈക്കാട്രിസ്റ്റ്, ഫാമിലി മെഡിസിൻ ഡോക്ടർ, സൈക്കോളജിസ്റ്റ് തുടങ്ങിയ വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളോടെയുള്ള TMT, എക്കോ, എക്സ്റേ വിഭാഗങ്ങൾ. പെയിൻ ക്ലിനിക്, മികച്ച മെഡിക്കൽ ലബോറട്ടറി ആൻഡ് സ്കാനിംഗ് സെന്റർ, ഡോക്ടർ ഓൺ കോൾ സൗകര്യം, രക്തസാമ്പിൾ ശേഖരണം, അത്യാധുനിക സൗകര്യങ്ങളോടെ കാർഡിയാക് മോണിറ്ററി ICU തുടങ്ങിയ ആരോഗ്യ പരിപാലനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടി ബെൻസി പോളിക്ലിനിക് ആൻഡ് ഫാർമസി, പൊന്നാനി റോഡ്, ചന്തപ്പടി, പൊന്നാനി.